ഗൈസ്, എക്സാം ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്നങ്ങ് മടി പിടിച്ച് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പോയാൽ മതി. അതുകൊണ്ട് രാവിലെ എണീക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറിക്കാണ് ഇപ്പം. അപ്പം നമുക്ക് ഇന്ന് പോയേ പറ്റൂ. മിനി പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് മിനി പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വ്ളോഗിലിടാനുള്ള വീഡിയോസ് നമുക്ക് എടുക്കണമല്ലോ. അപ്പം ഈ PPT ഓണാക്കും ഓഫാക്കും, ഇങ്ങനെ അത് പഠിച്ചിട്ടിരിക്കും കുറേ നേരം. അങ്ങനെ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ മിസ്സ് ഞങ്ങളെ വിളിച്ചത് 11 മണിക്കായിരുന്നു. ഞാൻ ഏകദേശം നേരത്തേക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ടായിരുന്നേ. അപ്പോൾ അസ്നാക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഓക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ആർക്കേയിലോട്ട് പോകാൻ, ആർക്കെ പോയി ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ആർക്കേയിലോട്ട് വെച്ച് പിടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് നേരെയും ഇവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരികയാണ് ചെയ്തത്. അങ്ങനെ കുറേ നേരം ഡ്രസ്സൊക്കെ അന്വേഷിച്ച് നമുക്ക് കിട്ടി. പിന്നെ ഇത് ഈ ഒരു ഏരിയ കാണുമ്പോൾ അങ്ങോട്ടൊരു ചായ വരും ഉണ്ടാവും, പക്ഷേ ഉണ്ടാവരുത്. കാരണം ഉമ്മ കൈയും കാലും ചിലപ്പോൾ തല്ലി പിടിച്ചെന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോളയത്തോടുള്ള ഒബാമ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടുന്ന് അന്ന് ഞങ്ങൾ കഴിച്ചത് ബിരിയാണിയും ഇന്ന് മധുഹൂദ് മന്തിയായിരുന്നു. ശരിക്കും ഫ്ലേവർ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു മിൻറ്റ് ലൈമും കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ അടുത്ത ബസ് കയറി പള്ളിമുക്കിലോട്ട് യാത്ര കണ്ടത്. പിന്നെ കൊല്ലം ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ ജീവൻ വരെ പണയം വെച്ചിട്ട് വേണം നമ്മളതിൽ നിൽക്കാനായിട്ട്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വെറുതെ സെഷനിലും നമ്മൾ ഒരു കസേരയിലും ഇരിപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണരുമല്ലോ. ഷോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഷോൾ എടുക്കാൻ പോയത് അസ്നാക്കാണെങ്കിലും അസ്നാക്ക് ഷോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇരുന്ന ഷോളുകളെല്ലാം ഞാൻ ഇരുന്നിങ്ങോട്ടൊക്കെ ട്രൈ ചെയ്ത അവസാനം 2 ഷോൾ ഞാനിങ്ങ് എടുത്തു. അങ്ങനെ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചൂടും വെയിലും ഒക്കെ കാരണം തല കറങ്ങുന്നതാണോ ഛർദ്ദിക്കാൻ മുട്ടുന്നതാണോ എന്തുവാണെന്നുള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ അവസാനം വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഉണ്ടോയെന്ന് തപ്പി നോക്കുന്നല്ലേ ഞാൻ. അങ്ങനെ ബസ്സിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ഓക്കേടാ, ബൈ.